ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ദേവി ചേച്ചി. ഞാൻ ദാ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ ഓർക്കിഡ്. പലരും എന്നോട് ചോദിച്ചു ഓർക്കിഡിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൂടെ എന്ന്. ഞങ്ങളിതാ വീഡിയോയുടെ പരമ്പരകളുമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെൻഡ്രോബിയം എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള വളർച്ചയും അതിൻ്റെ വളപ്രയോഗങ്ങളും അതിൻ്റെ കീടനാശിനികളെയും കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എന്നെ വിളിച്ചതിനും എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷം. ഇനിയും നിങ്ങൾ ഞങ്ങളെ വിളിക്കണം, സന്തോഷങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിപ്പിക്കണം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഏത് സമയത്തും. ഒരു വിഷമവും വിചാരിക്കേണ്ട, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിംഗ് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യണമെന്നാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. എന്താ, ഇതിപ്പം ഒരു കുഞ്ഞ് സീഡ്ലിംഗ് ആണ് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ചെറിയ തയ്യ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ചട്ടിയിൽ ആദ്യം ചകിരിയിൽ പ്ലാന്റ് ചെയ്യണം. പലർക്കും സംശയങ്ങളുണ്ട്. പലരും വലിയ ചട്ടിയുടെ അകത്ത് ഇതിനെ ഇട്ടിട്ട് നിറച്ച് കരിയൊക്കെ വാരിയിട്ട് ഒരു മാതിരി അതിനെ അങ്ങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ കണ്ടോ, ഈ ചകിരിയുടെ അകത്തേക്ക് ഇത് ടൈറ്റായിട്ട് നിങ്ങൾ പ്ലാന്റ് ചെയ്യുക. ടൈറ്റായിട്ട് ഇതിനെ ചകിരിയുടെ അകത്ത് വെച്ചുകൊണ്ട് ഇതിനെ ഒരു ചെറിയ ചട്ടിയിലേക്ക് നന്നായിട്ട് ഇറക്കി വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലായി ഇത്. പിന്നെ നമ്മളിതിനെ എന്നും നനയ്ക്കണം. ഇപ്പോൾ പോരെങ്കിൽ ചൂട് സമയമല്ലേ, അപ്പോൾ നമ്മളിതിനെന്നും പറ്റുമെങ്കിൽ 2 നേരം കുറേശ്ശെ വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഇവർക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അത് ഇവർക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വെള്ളം മാത്രം ഒഴിച്ചാൽ പോരാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറുതായിട്ട് ഇവർക്ക് വളം കൊടുക്കണം. പറ്റുമെങ്കിൽ ആദ്യം നമ്മുടെ ചാണകത്തെളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നീട് ഇവരുടെ വളർച്ച അനുസരിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കണം. ഇംഗ്ലീഷ് വളം എന്തായാലും നിങ്ങൾ മാസത്തിലൊരിക്കൽ കൊടുക്കണം. എത്ര നമ്മൾ ഓർഗാനിക് വളങ്ങളെന്ന് പറഞ്ഞ് ചെയ്താലും പൂ വരിയില്ല, പൂവിന് വലിയ ഗ്രോത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് വളം ഇതിന് കൊടുക്കണം. ഇതിലിപ്പം ഇപ്പോൾ ഒരു ചെടി പ്ലാന്റ് ചെയ്തു. ഇതിപ്പോൾ നമ്മളിവിടെ കരിയൊക്കെ ഇട്ട് ഇതിനെ സെറ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഇതിന് നമ്മൾ വളം ഇട്ട് കൊടുത്തു. ഇതിൽ പ്രത്യേകിച്ച് ഫംഗസൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതിലൊരു കീടങ്ങളും കയറാത്തൊരു ചെടിയാണിത്. ഫംഗസ് ഒന്നും വരില്ല ഇതിന്. ഒരു 6 മാസമായി കഴിഞ്ഞാൽ ഈ ചെടി ഏകദേശം ഇതിന് ഗ്രോത്ത് ആവും. ഇതുപോലെ ചെറിയ ചെറിയ പൂക്കൾ വരാൻ തുടങ്ങും. ഇതാണ് ഒരു 6 മന്ത്സായ ഒരു ചെടിയുടെ സ്റ്റേജാണിത്. ഇത് ശരിക്കും നമ്മൾ വളം, വെള്ളം എല്ലാം സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഒരു ചെടി പൂർണ്ണ വളർച്ചയിലെത്തും. അതിൽ നിന്ന് പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് 1 വർഷമായ ചെടി എത്രത്തോളം ഉണ്ടെന്ന്. ഇതൊരു വർഷമായ ഒരു ചെടിയാണ്. ഇവനിവിടെ ഇരിക്കട്ടെ, നമുക്ക് പുതിയ ചെടിയായിട്ട് വരാം. ഇവൻ 1 വർഷം ഫുൾ ഗ്രോത്തായ ഒരു ചെടിയാണിത്. ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്ലാന്റ്സ് എടുക്കണമെങ്കിൽ തന്നെ ഇതിനെ കംപ്ലീറ്റ് പുറത്തെടുത്ത് എല്ലാ മെറ്റീരിയലെല്ലാം കുടഞ്ഞു കളയണം. അതിനുശേഷം ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക്, ഞാൻ അതിന് നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ സംശയങ്ങളൊക്കെ എല്ലാവർക്കും തീർന്നതാണെന്ന് വിചാരിക്കുന്നു. ഇനി വളത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. പറ്റുമെങ്കിൽ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ ഈക്വേഷനിലുള്ള വളങ്ങൾ കൊടുത്താൽ മതി. അതായത് 19-19 അത് നമ്മൾ മാസത്തിലൊരിക്കൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ചാണകത്തെളി, ഗോമൂത്രത്തിൻ്റെ തെളി, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മാതിരി ഗ്രോയിങ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റാണ് ഇവർക്ക് വേണ്ടത്. അതായത് 6:20:30 നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് മാഗ്നീഷ്യം, പൊട്ടാഷ്യം ഏറ്റവും കൂടുതൽ വേണം. നൈട്രജൻ ഇതിന് കുറച്ച് മതി. അതായത് 6:20:30 എന്ന റേഷ്യോയിൽ കൊടുത്താൽ മതി വളം. അതാണ് പൂവിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പൂ കൊടുത്ത് വളർത്തുന്ന ഒരു ചെടി ഒരു 6 മാസം ആകുമ്പോഴേക്കും നല്ല സുന്ദരം പൂവല്ലേ ഇത്. നോക്കിയേ, എത്ര മനോഹരമായ ഒരു പൂവ്, അത് എത്ര ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പൂവാണിത്. ഒരു 6 മാസം കൊണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾക്കൊരു ചെടിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. വലിയ ഫാമുകളുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ മാത്രം അത്ര വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണിത്. അങ്ങനെ വളം കൊടുത്ത് 1 വർഷം ആകുമ്പോഴേക്കും ഒരു ഫുൾ സ്റ്റേജിൽ ഒരു ചെടി എത്തും. അതാണ് ഇത്. ഇതിന് ഈ വളം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഫംഗസൈഡ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതിനൊന്നും വേണ്ട. പിന്നെ വല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈച്ചയുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് വാങ്ങിയിട്ട് വളരെ ഡൈല്യൂട്ടായിട്ട് അടിച്ചു കൊടുക്കുക. അത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറൊരു സിമ്പിൾ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ മൗത്ത് വാഷില്ലേ, അത് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈച്ച കീടങ്ങളൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യില്ല.
അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്ലാന്റുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.